അടിമാലി എസ്എൻപടി സ്വദേശിനിയായ വീട്ടമ്മ അർബുദ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു. കളരിക്കൽ സന്തോഷിന്റെ ഭാര്യ ഉഷ സന്തോഷാണ് അർബുദ രോഗബാധയെ തുടർന്ന് തുടർ ചികിത്സയ്ക്കായി കരുണ പറ്റാത്ത മനസ്സുകളുടെ സഹായം തേടുന്നത്. ഉഷയെ സഹായിക്കാൻ അടിമാലിയിൽ രൂപീകരിച്ച ചികിത്സാ സഹായ നിധിയുടെ നേതൃത്വത്തിൽ ടൗണിൽ പൊതു ധനസമാഹരണം നടത്തി. 4.5 വർഷം മുമ്പാണ് 47-കാരിയായ ഉഷയുടെ അർബുദ രോഗബാധ തിരിച്ചറിയുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് നിലവിൽ ഉഷയുടെ ചികിത്സ. തുടർ ചികിത്സയ്ക്കായി 4 ലക്ഷത്തോളം രൂപ കണ്ടെത്തേണ്ടതായുണ്ട്. സാമ്പത്തിക പരാധീനതകൾക്കിടയിലൂടെ കടന്നുപോകുന്ന ഉഷയുടെ കുടുംബത്തിന് തനിച്ച ചികിത്സയ്ക്കായി വേണ്ടുന്ന ഈ വലിയ തുക കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അടിമാലിയിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ആളുകൾ കൈകോർത്ത ഉഷ ചികിത്സാ സഹായ നിധിക്ക് രൂപം നൽകിയത്. ചികിത്സാ സഹായ നിധിയുടെ നേതൃത്വത്തിൽ അടിമാലി ടൗണിൽ ഗാനമേളയും പൊതുജനങ്ങളിൽ നിന്ന് ധനസമാഹരണവും നടത്തി. അടിമാലിയിലെ ചില സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ വാടകയ്ക്കെടുത്ത് നൽകിയ വീട്ടിലാണ് ഉഷയുടെയും കുടുംബത്തിന്റെയും ജീവിതം. കൂലിവേലക്കാരനായ ഉഷയുടെ ഭർത്താവ് സന്തോഷിന് സ്വരുക്കൂട്ടാവുന്നതിലും അപ്പുറത്താണ് ഉഷയുടെ ചികിത്സയ്ക്കായി വേണ്ടുന്ന തുക. ഈ സാഹചര്യത്തിലാണ് കുടുംബം സുമനസ്സുകളുടെ സഹായം തേടുന്നതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനിലാലു പറഞ്ഞു. ദീർഘകാലമായി ക്യാൻസർ ചികിത്സയ്ക്ക് വിധേയമായിരിക്കുന്ന ചേച്ചിയുടെ അവസ്ഥ ഇപ്പോൾ വളരെ ശോചനീയമായിരിക്കുന്ന സാഹചര്യത്തിൽ അവർ തുടർ ചികിത്സയ്ക്ക് വേണ്ടി ഏകദേശം 3 ലക്ഷത്തിലധികം രൂപയോളം ആവശ്യമുള്ള ഈ ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങളുടെയും നല്ലവരായ നാട്ടുകാരുടെയും സഹായമില്ലാതെ കൊണ്ട് നമുക്ക് ആ ഒരു ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാനോ അവരുടെ നിത്യവൃത്തിക്ക് പോലും നിവൃത്തിയില്ലാത്ത ഈ സാഹചര്യത്തിൽ ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾ ഇതിനുവേണ്ടി തിരിച്ചപ്പോൾ ഏവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഉഷയെയും കുടുംബത്തെയും സഹായിക്കാൻ താല്പര്യമുള്ള സുമനസ്സുകൾക്ക് അടിമാലിയിലെ കാനറ ബാങ്ക് ശാഖയിൽ തുറന്നിട്ടുള്ള അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കാവുന്നതാണ്.